ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എക്സാമൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? എല്ലാവരും നന്നായിട്ട് എക്സാമൊക്കെ എഴുതുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായി സാമ്യവ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. അല്ലേ? എങ്ങനെ തയ്യാറാക്കാം? കണ്ണനും കൂട്ടുകാരും വലിയ കുസൃതിക്കാരായിരുന്നു. അതേസമയം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരും ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങിയതും കുസൃതികൾ നിറഞ്ഞതുമായ കളികളായിരുന്നു അവർ കളിച്ചിരുന്നത്. കുയിലുകൾ പാടുമ്പോൾ ഒപ്പം പാടുന്നത്, മയിലുകൾ കൂവുമ്പോൾ ഒപ്പം കൂവുന്നതും, പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലോടൊപ്പം ഓടുന്നതും, കുരങ്ങന്റെ വാല് പിടിച്ചു വലിക്കുന്നതും, അരയന്നത്തെ പോലെ ശബ്ദമുണ്ടാക്കുന്നതുമെല്ലാം അവരുടെ ഏതാനും കളികളാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ മക്കൾ ഇത്തരം കളികളൊന്നും തന്നെ വശമില്ല. മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ടാബുകളുമാണ് അവരുടെ കളിസ്ഥലം. വീഡിയോ ഗെയിമുകളും ഫുട്ബോളുമാണ് അവർക്ക്. ഗെയിമുകളിൽ ഏർപ്പെടുന്ന മക്കളും നമ്മൾക്കിടയിലുണ്ട്. കുട്ടിയും കോലും, കക്കുകളി, തലപ്പന്ത് കളി തുടങ്ങിയ നാടൻ കളികൾ പരിചയമുള്ളവർ ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഞ്ഞക്കിളിയുടെ ഡയറിയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അവൻ ഉറക്കം വരുന്നതേയില്ല. അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ മനസ്സിൽ മിന്നി മറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കുക. അപ്പോൾ ഡയറി ഒക്കെ എഴുതാൻ വരൂട്ടോ. അതൊക്കെ പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോവാൻ. ഡയറി എഴുതുമ്പോൾ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. എന്നിട്ട് ഒരു മോഡൽ ഡയറി നമുക്ക് നോക്കാം. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റിയില്ല. ഇന്ന് വല്ലാത്തൊരു ദിവസം തന്നെ ആയിരുന്നു. ഇന്ന് നടന്ന സംഭവം മനസ്സിൽ നിന്നും പോകുന്നില്ല. പ്രകാശൻ സുമംഗലയെ കളിയാക്കിയപ്പോൾ ഞാനും ഒപ്പം കൂടരുതായിരുന്നു. പാവൻ പെൺകുട്ടി, അവൾക്ക് എത്രമാത്രം സങ്കടമായി കാണും. എല്ലാവരുടെയും ഇടയിൽ ചെറുതായി പോയില്ലേ അവൾ. ഒന്നും ആണുങ്ങളുടെ കുത്തകയല്ലെന്നും അങ്ങനെ വിചാരിക്കുന്നവർ ആണുങ്ങളല്ല എന്നും അമ്മ പറഞ്ഞപ്പോൾ മാത്രമാണ് എനിക്ക് ബോധ്യമായത്. എന്തായാലും സുമംഗലയെ ഒന്ന് പോയി കാണണം. കളിയാക്കിയതിന് അവളോട് മാപ്പ് പറയണം. പറ്റിയാൽ അവളെ ടീമിൽ എടുക്കാനുള്ള ഏർപ്പാട് മറ്റു കുട്ടികളോടും പറഞ്ഞ് ചെയ്യണം. ഇനി എന്തായാലും ഞാൻ ഒരാളെയും അനാവശ്യമായി കളിയാക്കില്ല. അണിമല ഹൈസ്കൂളിൽ കായികമേള നടക്കുകയാണ്. ഓട്ട മത്സരത്തെ വിവരിച്ചുകൊണ്ട് ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക. ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് എഴുതാനാണ്. ആവേശകരമായ 400 മീറ്റർ ഓട്ടമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രഗത്ഭരായ 15 കുട്ടികളാണ് ഇന്ന് ഈ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. ഇതാ അവരോടി തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. മറ്റെല്ലാ കൊല്ലത്തേക്കാളും വീറും വാശിയോടും കൂടെ ഇതാ 5Aയിൽ നിന്നും അഭിനന്ദവും 5Bയിൽ നിന്ന് അനന്തവും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. ആര് ഒന്നാമനാകും, ആര് കപ്പിൽ മുത്തമിടും എന്നറിയാനായി ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി. ഇതാ സുഹൃത്തുക്കളെ, എല്ലാവരെയും ആവേശം കൊള്ളിച്ചുകൊണ്ട് വെറും 2 സെക്കൻഡ് വ്യത്യാസത്തിൽ അനന്ത് കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ചുകൊണ്ട് അനന്തുവിനെ പ്രോത്സാഹിപ്പിക്കൂ. കാട്ടിൽ പോയി പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കളിക്കൂട്ടുകാരാക്കി കളിക്കുന്ന കണ്ണനെയും കൂട്ടുകാരെയും നിങ്ങൾ കണ്ടല്ലോ. പ്രകൃതിയെ അടുത്തറിഞ്ഞ് കളിക്കുന്ന അവരെ പോലെ കളിക്കാൻ ഇക്കാലത്തെ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? താഴെ തന്നിരിക്കുന്ന ഒരു കവിതാശകലനം കൂടി പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. കവിത എന്താണ്? നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോക്കൊതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നോടുവാൻ നേരമില്ല. എടപ്പാൾ സി സുബ്രഹ്മണ്യൻ്റെ കുറച്ച് കവിതയുടെ വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ നമ്മുടെ കണ്ണൻ്റെ കളിക്കൂട്ടുകാരുമായിട്ട് ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രസകരമായ ബാല്യകാലത്തെയും കുസൃതികൾ നിറഞ്ഞ കളികളെയും കുറിച്ചാണ് കാട്ടിലെ കളികൾ എന്ന കവിത ഭാഗത്ത് പറയുന്നത്. അമ്പാടിയിലെ കണ്ണനും കൂട്ടുകാരും പ്രകൃതിയോടിണങ്ങി ജീവിച്ചവരായിരുന്നു. അവരുടെ കളികളും അത്തരത്തിൽ ആയിരുന്നു. കുയിലുകളോടൊപ്പം പാടിയും മയിലുകളോടൊപ്പം കൂവിയും കിളികളുടെ നിഴലുകളോടൊപ്പം ഓടിയും കുരങ്ങന്റെ വാലിൽ പിടിച്ചും വലിച്ചും അരയന്നത്തെ പോലെ ശബ്ദമുണ്ടാക്കിയും ഒക്കെയായിരുന്നു അവർ കളിച്ചിരുന്നു. അവരുടെ ആ ബാല്യകാലം ഏറെ രസകരമായിരുന്നു എന്ന് ഈ കവിതാശകലം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒട്ടേറെ അർത്ഥവത്തായതാണ് സി സുബ്രഹ്മണ്യൻ്റെ ഈ 4 വരികൾ. ഇന്നത്തെ കാലത്തെ മക്കളുടെ സമയമില്ലായ്മയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാ ഗെയിമുകളും മറ്റും മാത്രമാണ് കളിക്കാറ്. അവർക്ക് നേരം പോക്ക് പറയാനോ തോളിൽ കയറി കളിക്കാനോ മാവിൽ ഊഞ്ഞാലാടാനോ ഒന്നും തന്നെ
നേരമില്ലാതായിരിക്കുന്നു. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കളിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് എന്തോ കുറച്ചിൽ പോലെയാണ്. കാട്ടിലെ കളികൾ എന്ന കവിതയിൽ പ്രകൃതിയോട് ഇണങ്ങുന്നതിൻ്റെ മനോഹരമായ രീതിയാണ് പറയുന്നത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന കവിതാശകലത്തിൽ പ്രകൃതിയെ മറന്നുപോകുന്ന പുത്തൻ തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. മലയാളമാണ്, അക്ഷരത്തെറ്റില്ലാതെ നല്ല വൃത്തിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.